ഞാനല്ലാണ്ട് തന്നെ എൻ്റെ നാട്ടിലും കൊച്ചിയിലൊക്കെ ഒരുപാട് ഫ്രീക്കന്മാരുണ്ടായിരുന്നു. ഉം, അന്ന് പക്ഷെ അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ലോലി അവരും സ്റ്റാർട്ട് ചെയ്തു. ഉം. പക്ഷെ അവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെട്ടും. അമ്മാതിരി ഫ്രീക്കിലായിരുന്നു ആ സമയത്ത് അവർ നടക്കണ്ടായിരുന്നത്. അവരെ മുടിയും ഹെയർ സ്റ്റൈലും. ഇപ്പൊ തൃശ്ശൂർ തന്നെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഷോപ്പിന്റെ ഓപ്പോസിറ്റ്. ഉം. അവിടെ ചേട്ടന്മാരൊക്കെ ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് വെറുതെ സിറ്റി സെന്ററിലൊക്കെ നിന്ന് നോക്കലുണ്ട് അവരുടെ സ്റ്റൈലും സംഭവങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർ ആയി നമ്മളും. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ സീനിയേഴ്സ് ചേട്ടന്മാരും ഉം. ആ സമയത്ത് സ്കൂളിൽ ബാഗും ഇതൊക്കെ ഇട്ടിട്ട് വരാം. യൂണിഫോം ആയിരിക്കും, പക്ഷെ യൂണിഫോം അവർ സ്റ്റൈൽ ചെയ്തിട്ട് അവരുടെ രീതിയിൽ ബാഗൊക്കെ ആയിട്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ സ്കൂളിൽ നിന്നൊന്നും പറയത്തില്ലായിരുന്നു? ഇല്ലില്ല, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ഇതിനകത്തൊക്കെ ഒരു ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്കും മനസ്സിലായി? അറിയണ്ടായിരുന്നില്ല ചാൻസസ് ഉണ്ടെന്നുള്ള സംഭവം. ഉം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഇടുമ്പോൾ എനിക്ക് ഇത്രയധികം, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാശ് ആദ്യം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയും കൂടുതൽ വർക്ക് ചെയ്താൽ വീണ്ടും കുറേ കാശ് കിട്ടും. ഉം. പക്ഷെ ഇതിൽ എനിക്ക് ലൈക്കായിരുന്നു ലക്ഷ്യം. ഇനിയും അടിപൊളി ഫോട്ടോ എടുത്താൽ ഇതിനും അടിപൊളി ലൈക്ക് കിട്ടും, ഉം. വീണ്ടും ഫോളോവേഴ്സ് കയറും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് അതിന് വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ നടന്ന് കുറേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് ഇനി പോസ്റ്റ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല.